എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. വേദയുടെയും വിക്രത്തിന്റെയും ആദ്യ രാത്രി തുടങ്ങുന്നതിന് മുമ്പായിട്ട് അച്ചമ്മ കുറെ ഉപദേശങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. വേദയെ വിളിച്ചിരുത്തിയിട്ട് ഇനി നിങ്ങളായിരിക്കണം വീടിന്റെ ഐശ്വര്യം. കാരണം എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് വിക്രത്തിനും നിന്നിലും. അത് കുടുംബത്തെ നയിക്കേണ്ട നിങ്ങളായിരിക്കണം. മാത്രമല്ല ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കാൻ പോവാണ്. ഇനിയിപ്പോൾ എന്തൊക്കെ വന്നാലും ഒരാൾക്കൊരാപത്ത് സംഭവിച്ചാലും ഒരാൾ കൈവിടാതെ കൂടെ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയാണ്. വേദയ്ക്ക് പക്ഷെ അറിയില്ലല്ലോ. അച്ചമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാം. കല്യാണക്കാര്യത്തെക്കുറിച്ചല്ല അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേദയുടെ വിചാരം തങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ് അച്ചമ്മ വിചാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വിശ്വസിച്ചിരിക്കുക എന്നർത്ഥോണ്ടാ അച്ചമ്മ ഇങ്ങനെയൊക്കെ പറയണമെന്നാ വേദ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അച്ചമ്മയ്ക്ക് കാര്യങ്ങളെല്ലാം അറിയാം. അതൊക്കെ മനസ്സിൽ വെച്ചോണ്ടാണ് അമ്മണി അച്ചമ്മ കാര്യങ്ങളൊക്കെ പറയണേ. ഈ സമയം തന്തിരിക്കത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യാം, പാലുമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറയാണ്. അപ്പം അച്ഛൻ്റെ പുറത്താണ് അവർക്ക് ആദ്യരാത്രിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ സമയത്ത് നന്ദിനി ഇങ്ങനെ നോക്കണം. പിന്നീട് നന്ദിനിയോട് പറഞ്ഞു, നീ പോയി അടുക്കളയിൽ പോയി ആ പാലും കൊടുത്തോണ്ട് വരാൻ പറയാണ്. അങ്ങനെ നന്ദിനി പിറുപിറുത്തോണ്ട് പോയി പാലെടുത്തോണ്ട് വരുവാണ്. പാലിൻ്റെ ഒരു കുറവുള്ളെന്ന് പറഞ്ഞിട്ട് പാലങ്ങ് എടുത്തോണ്ട് വരുവാണ്. പിന്നീട് നന്ദിനിയോട് ശ്രീജയോടും പറഞ്ഞു, നിങ്ങൾ വേണം വേദയെ കൊണ്ട് മുറിയിലേക്ക് ആക്കാനെന്ന് പറയാണ്. പിന്നീട് വേദയുടെ കൈ പിടിച്ച് ശ്രീജ നടന്നു. അങ്ങനെ ശ്രീജ നന്ദിനിയും കൂടെ വേദനെ മച്ചിന് പുറത്തേക്ക് കൊണ്ടുപോവാണ്. അവിടെ ചെന്ന് മുറിയുടെ ഫ്രണ്ടിലാക്കിയിട്ട് അവരങ്ങ് തിരിഞ്ഞു നടന്നു. ഈ സമയം വേദയ്ക്ക് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇനിയിപ്പം വേറെ മുറി പോയി കിടന്ന് ഉറങ്ങാനൊന്നും പറ്റില്ല. വേദ അങ്ങനെ ധൈര്യപൂർവ്വം അകത്തേക്ക് കയറി ചെല്ലുവാണ്. ആ സമയം സമനില തെറ്റിയ മട്ടിൽ വിക്രം അവിടെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഈ അച്ചമ്മയുടെ ഒരു കാര്യം ഏത് സമയത്താണോ എന്തോ തനിക്ക് അവളുടെ കഴുത്തിൽ താലി അടത്താൻ തോന്നിയത്. ആ ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോകണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു കുരിശ് ചുമക്കേണ്ട വന്നേ. അതൊക്കെ ഓർത്തിട്ട് വിക്രം സമനില ഏറ്റുപോലെ ഇരിക്കുകയാണ്. അപ്പോഴേക്കാണ് വേദ അങ്ങോട്ട് നാണം കുടുങ്ങി പാലക്കായിട്ട് അങ്ങോട്ട് ചെല്ലുന്നേ. ആ കാഴ്ച കൊണ്ടും വിക്രം ചോദിച്ചു, നീ എന്ത് കുന്തം കാണാനാടി ഇപ്പോഴും ഇങ്ങോട്ട് കയറി വന്നേന്ന് ചോദിക്കണം. ഇത് കേട്ടതും വേദ പറഞ്ഞു, അയ്യോ അത് മനസ്സിലായില്ലേ, ഇന്ന് നമ്മുടെ ആദ്യ രാത്രി അല്ലേ നിൽക്കും. നിന്റെ ആദ്യ രാത്രി നിന്റെ അവസാന രാത്രി എന്ന് പറയണം. അയ്യോ അതെ വിക്രം ചേട്ടാ, ഞാൻ കഥ അടയ്ക്കാൻ മറന്നു, ഞാൻ ഒന്ന് കഥ അടച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വേദ പെട്ടെന്ന് കഥയൊക്കെ പോയി അടച്ചിട്ട് വരുവാണ്. അല്ല നീ ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കും. എന്ത് എടി നീ എന്തിനാ കഥയൊക്കെ അടയ്ക്കുന്നത്? പിന്നല്ലാതെ ആദ്യ രാത്രി അല്ലേന്ന് ചോദിക്കുകയാണ്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അച്ചമ്മയ്ക്ക് വിവരമില്ലെന്ന് ഓർത്തോണ്ട് നിനക്കെന്താ വിവരമില്ലേന്ന് ചോദിക്കുകയാണ്. എനിക്കെന്താ കുഴപ്പം? എടി നിനക്കറിയാലോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സംഭവിച്ചു പോയത്, താലി കെട്ടി നിന്റെ കഴുത്തിൽ എന്നും പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ ഭാര്യയായിട്ട് സ്വീകരിക്കണമെന്ന് ചോദിക്കും. പിന്നല്ലാതെ കഴുത്തിൽ താലി കെട്ടിയപ്പം ദേ വിക്രമൻ ചേട്ടൻ ഇതൊന്നും ഓർത്തില്ലാന്ന് ചോദിക്കും. നിന്റെ വിക്രം ചേട്ടൻ എന്നുള്ള വിളി ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോന്ന് ചോദിക്കും. അതെ സംസാരിച്ചിരുന്ന സമയമില്ല. ഒരു കാര്യം ചെയ്യാം, ഈ പാല് തണുത്ത് പോകുന്നതിന് മുമ്പ് ഇത് കുടിക്കാൻ പറയണം. പാല് കുടിക്കാനാ? അതെ ആദ്യ രാത്രി അങ്ങനെയല്ലേ, സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, പാലുമായിട്ട് ഭാര്യ വരുന്നു, അങ്ങനെ പകുതി കുടിച്ചിട്ട് ഭർത്താവിന് കൊടുക്കുന്നു, രണ്ടുപേരും ഷെയർ ഇത് കുടിക്കുന്നു, അങ്ങനെ കണ്ടില്ലേന്ന് ചോദിക്കണം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വേദ പറഞ്ഞ് കൂടുതലൊന്നും പറയണ്ട എന്നും പറഞ്ഞ് വേദ പാല് പകുതി കുടിച്ചിട്ട് വിക്രത്തിന് അങ്ങോട്ട് കൊടുക്കുകയാണ്. വിക്രം പറഞ്ഞ് ഇത് ആർക്കാ? ഞാൻ കുടിക്കണമെന്ന് ചോദിക്കുക. പിന്നെ ആർക്കാ? നിന്റെ പട്ടിക്ക് അവിടെ കൊടുക്കാൻ പറയണേ. അതെ ഒരു കാര്യം ചെയ്യുക, ഇങ്ങോട്ട് വന്നപ്പം അവിടെ താഴെ ഒരു പട്ടി നിൽപ്പുണ്ടായിരുന്നു, എടുത്ത് മൂടി വെച്ചോ, നാളെ രാവിലെ പട്ടിക്ക് കൊടുക്കാമെന്ന് പറയണം. ഓഹോ നീ ആളെ കളിയാക്കുകയാണെന്ന് ചോദിക്കും. അല്ല പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ അച്ഛമ്മയോട് പോയി പറയട്ടെ വിക്രം ചേട്ടന് പാല് വേണ്ടെന്ന്. അതെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അവസാനം വിക്രം പാല് കുടിക്കാനും നിവൃത്തിയില്ല. ഇപ്പോൾ പറയൂന്ന് പറഞ്ഞാൽ പറയും, എന്താ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ലോ. അങ്ങനെ വിക്രം പാല് കുടിച്ചു. ഈ സമയത്ത് വിക്രം ചോദിച്ചു, അല്ല നിന്റെ മനസ്സിലിരിപ്പം എന്താ, നിന്റെ ഉദ്ദേശം എന്താന്ന് തുറന്നു പറയാനും നല്ല കാര്യമെന്ന് പറയും. എന്ത്? എൻ്റെ മനസ്സിൽ പ്രത്യേകിച്ചൊന്നുമില്ല, എന്തുണ്ടെങ്കിലും തുറന്നു പറ. അവസാനം വേദ പറഞ്ഞു, എന്താണെങ്കിലും വേഷം കെട്ടി പിന്നെ തകർത്ത് അഭിനയിച്ചല്ലേ മതിയാവുള്ളൂ. ഇനിയിപ്പം വിക്രം എൻ്റെ കഴുത്തിൽ താലി ആർത്തി, എനിക്ക് വേറൊരു ജീവിതമില്ല. അപ്പം ഞാൻ നോക്കിയിട്ട് വിക്രത്തിൻ്റെ ഭാര്യയാണ് ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചെന്ന് പറയാണ്. ഭാര്യ ആവാനാ? അതെ അതെന്താ സമ്മതമല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടതും വിക്രം ഒന്ന് ആലോചിച്ചു. വിക്രം പറഞ്ഞു, ആഹാ അങ്ങനെയാണെങ്കിൽ ശരി ഭാര്യ ആക്കിയേക്കാന്ന് പറഞ്ഞിട്ട് വേദയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ്. വേദ ഒരു നിമിഷം ഒന്ന് ഞെട്ടി. പിന്നീട് കാണിക്കുന്ന വേദയുടെ കൈ പിടിച്ച് വിക്രം ആ കണ്ണുകളിലേക്ക് നോക്കുകയാണ്. അതിനുശേഷം അവർ തമ്മിൽ കുറച്ച് സമയം കണ്ണിക്കണ്ട് നോക്കിയിരിക്കുന്നുണ്ട്. ആ സമയം ഒരു പാട്ട് സീനൊക്കെ ഉണ്ട്, നല്ല ഭംഗിയത് കാണാനായിട്ട്. വേദയും വിക്രവും തമ്മിലുള്ള ആ രംഗങ്ങളൊക്കെ. അതിനുശേഷം വേദയും കൊണ്ട് പോയി കട്ടിലേക്ക് കിടക്കുന്നുണ്ട്. അതിനുശേഷം കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഇനിയിപ്പം ഒരു നിമിഷത്തെ അവരുടെ ഓർമ്മകളാണോ അതിനിപ്പോൾ ഒറിജിനലായിട്ട് സംഭവിക്കുന്നതാണോ പറയാൻ പറ്റില്ല. കാരണം രണ്ടുപേരും കീരിയും പാമ്പും ആണല്ലോ, അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ഒന്നിക്കാൻ വഴിയില്ല. രണ്ടുപേരും രണ്ടിടത്ത് കിടക്കാനാണ് ചാൻസ്. പക്ഷേ പ്രമോയി കാണിച്ചിരിക്കുന്ന രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് അമ്മിണിയച്ചമ്മ
അയാളുടെ അടുത്തേക്ക് കമല വരുവാണ്. കമല വന്നിട്ട് പറഞ്ഞു, എന്തായി തീരുമെന്ന് അറിയത്തില്ലോ അമ്മയെന്ന് പറയാം. നീ ധൈര്യമായിട്ടിരിക്കുക കമലെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. വേദയല്ലേ, അവള് ബുദ്ധിയുള്ള കുട്ടിയാന്ന് പറയണം. അതൊക്കെ എനിക്കറിയാം. പക്ഷെ വിക്രത്തിന്റെ സ്വഭാവം, അവന് വെട്ടുപോത്തിന്റെ സ്വഭാവമല്ലേ, അതെന്താളും മാറ്റിയെടുക്കാനായിട്ട് അവളെ കൊണ്ടേ പറ്റുള്ളൂ എന്ന് പറയണം. പിന്നീട് കമല പറഞ്ഞു, എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം ഇത്രയും നാളെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ പാവം അവള് തറയിലാണ് കിടന്നുകൊണ്ടിരുന്നേ. അതൊക്കെ ഞാൻ കണ്ടതല്ലേ. ഇന്നത്തോടുകൂടി അതിനൊരു അവസാനം ഉണ്ടാകണം. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങോട്ടേക്ക് അവരെ കൂട്ടിക്കൊണ്ട് വന്നതിന് മെയിൻ ഉദ്ദേശം ഇതൊക്കെ തന്നെയായിരുന്നു. അവർ രണ്ടുപേരും ഒന്നിക്കണം എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ കമല പറഞ്ഞു, അത്ര പെട്ടെന്നൊന്നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം. നോക്കാം, എന്താ സംഭവിക്കാൻ നമുക്ക് നോക്കാമെന്ന് പറയാം. ഇന്നത്തെ ഒരു രാത്രി കഴിയട്ടെ എന്നൊക്കെ പറയണം. പിന്നീട് കമല മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ അസ്വസ്ഥനായിട്ട് അവിടെ സുധാരൻ മാഷി ഇരിപ്പുണ്ടായിരുന്നു. മാഷി വെച്ചു, ഇത് അമ്മയ്ക്ക് എന്തിനാ കേടാൻ നിൽക്കും? അമ്മ എന്തിനാ ഈ ആദ്യരാത്രിയും കാര്യങ്ങളൊക്കെ? എൻ്റെ മാഷ് എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നേ? അവർ കല്യാണം കഴിഞ്ഞവരല്ലേ, അവരുടെ ചടങ്ങുകളൊക്കെ നടത്തേണ്ടതെന്ന് നിൽക്കും. വീട്ടിൽ വന്നപ്പോൾ ശരിക്കും നമ്മൾ നടത്തേണ്ട ചടങ്ങുകളായിരുന്നു. എത്രയൊക്കെയാന്ന് പറഞ്ഞാലും അവൻ ആഗ്രഹിക്കാതെ ആണെങ്കിലും അവളുടെ കഴുത്തിൽ താലി ഇറത്തിയതല്ലേ. ഇത്ര നല്ലൊരു കുട്ടി അവന് കിട്ടുമോ? അപ്പോൾ അവരുടെ ചടങ്ങുകളൊക്കെ ഇവിടെ വന്നിട്ട് അമ്മയ്ക്കാളും നടത്താൻ തോന്നിയല്ലോ, അതൊരു നല്ല കാര്യമല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടതും മാഷ് പറഞ്ഞു, എനിക്ക് അതിനോട് ഒട്ടും താല്പര്യം തോന്നില്ല. കാരണം അവൻ്റെ സ്വഭാവം എനിക്കറിയാം. ആ പെൺകുട്ടി നല്ലതാണ്. അവളുടെ ജീവിതം വെറുതെ കളയാനായിട്ട് എന്തിനാ ഇങ്ങനെ ഒരു പ്രശ്നം എന്നൊക്കെ ചോദിക്കണം. അതെ, ആ കാര്യം ഓർത്തിട്ട് മാഷ് വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയാണ്. ഈ സമയം നന്ദിനിക്ക് ഉറക്കമില്ലാതെ നന്ദിനി ഇരിക്കുകയാണ്. വിനായൻ ചോദിച്ചു, നീ എന്താടി ഉറങ്ങാത്തേന്ന് ചോദിക്കും. പിന്നെ ഉറങ്ങാനായിട്ട് എനിക്ക് ഓർത്തിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ലെന്ന് പറയാം. അല്ല, നിനക്ക് എന്താ സമാധാനക്കേട്? ആ വേദയുടെയും വിക്രത്തിന്റെ ആദ്യ രാത്രിയിലെ എടി, അവരാദ്യ രാത്രി ആഘോഷിക്കുന്നതിന് നിനക്കെന്താ? ഒന്നും ഇല്ലേന്ന് ചോദിക്കുകയാണ്. എനിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല മനുഷ്യനെ. അവളുടെ കാല് കഴുകി കയറ്റി, അത് മാത്രമല്ല അവള് ഒരുക്കി പാലും പഴവും കൊടുത്ത് അകത്തേക്ക് വിട്ടിരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്നെങ്ങാനും ആദ്യരാത്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടി നിനക്കെന്താ ആദ്യരാത്രി കഴിയുന്നതിന്? എനിക്കിഷ്ടമില്ല മനുഷ്യാന്ന് പറയണം. അവൾ ആ വീട്ടിൽ നിന്ന് എങ്ങനെയാലും പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ ഇനി അവിടെ ആധിപത്യം സ്ഥാപിക്കും. അവർ രണ്ടുപേരും ഒന്നായിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ നമുക്ക് പിരിക്കാനായിട്ട് സാധിക്കില്ല. അവൾ ആ വീട്ടിലുണ്ടാകുന്ന നമുക്ക് ശരിയല്ല, അറിയാലോ. അവൾക്ക് ഇത്തിരി ബുദ്ധി കൂടുതലാന്ന് പറയണം. നമ്മുടെ കള്ളത്തരമൊന്നും നടക്കില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിനായൻ പറഞ്ഞു, ഓ അതാണോ കാര്യം? ആ കാര്യം ഓർത്തിട്ട് നീ പേടിക്കൊന്നും വേണ്ടെന്ന് പറയണം. നീ കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയണം. പക്ഷെ ഉറങ്ങാൻ പറഞ്ഞാലും നന്ദിനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നുണ്ടായിരിക്കുക? ഒരു പക്ഷേങ്കിൽ അവർ രണ്ടുപേരും ഒന്നിക്കുവോ അതോ അടിച്ചു പിരിയോ? എൻ്റെ ദേവി, എങ്ങനെയും ഒന്ന് പിരിഞ്ഞാൽ മതിയായിരുന്നു. ഇന്ന് ഞാൻ 1 രൂപ നേർച്ചിട്ടതിന് ശേഷം എനിക്ക് മൊത്തം കഷ്ടകാലമായിരുന്നു. ഇനി 1 രൂപയല്ല, ഞാൻ അതിൽ കൂടുതൽ പൈസ നേർച്ചിട്ടോളാം. എന്നാലും കുഴപ്പമില്ല, രണ്ടുപേരും ഒന്നിക്കരുത്. ഈ രാത്രി തന്നെ അടിച്ചു പിരിയുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞ് സർവ്വ ദൈവങ്ങളെ വിളിച്ചിട്ട് നന്ദിനി പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയെങ്കിലും ദൈവം തൻ്റെ പ്രാർത്ഥന കേട്ടാൽ മതി എന്ന് ഓർത്തുകൊണ്ട് ഈ സമയം വേദയും വിക്രം മുറിയിൽ തന്നെയായിരുന്നു. അവരുടെ ആദ്യരാത്രി കുളവാകുമോ അതോ ഇനിയിപ്പോൾ ആദ്യരാത്രി നടക്കുമെന്നും അറിയത്തില്ല. അപ്പം ഇതിൻ്റെ ഫുൾ വിശേഷം വന്നാൽ കഴിഞ്ഞാൽ അറിയാം. അതിൻ്റെ ഫുൾ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പം നാളെ രാവിലെ അറിയാം അവർ ഒന്നാകുവാണോ അതോ അടിച്ചു പിരിയുവാണോ എന്നൊക്കെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒന്നാകുമായിരിക്കും. അച്ചമ്മ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ പറഞ്ഞിരിക്കുന്നതല്ലേ. ചിലപ്പം വേദയ്ക്കും വിക്രത്തിനും മനസ്സ് മാറ്റം ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റില്ല. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.